ഗൈസ് ബംഗളൂരു എഫ് സി സൂപ്പർ കപ്പിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പുറത്താകുന്നു. ഇന്റർകാഷിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ആ ഒരു വിധി നിർണ്ണയിച്ചത് എന്നുള്ളതാണ്. 1-1 എന്ന് പറയുന്ന ലെവലിലാണ് 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കളി അവസാനിച്ചത്. പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി 5-3 എന്ന് പറയുന്നിട്ടുള്ളൊരു ലെവലിലാണ് ഇന്റർകാഷി അടുത്ത സ്റ്റേജിലേക്ക് ക്വാർട്ടർ സ്റ്റേജിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് തുടക്കത്തിൽ ഇന്റർകാഷി നല്ല രീതിയിൽ ഒരു ഡോമിനേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു അറ്റാക്കിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് അറ്റാക്കൊക്കെ നമുക്ക് ഇന്റർകാഷിയുടെ ഭാഗത്ത് നിന്നാണ് കാണാൻ സാധിച്ചത്. എസ്പെഷ്യലി ബംഗളൂരു അവർ മെയിൻ ടീം തന്നെയാണ്, പ്രത്യേകിച്ച് 5 വിദേശ താരങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്റർകാഷി 3 വിദേശ താരങ്ങൾ മറ്റോ കളിച്ചിട്ടുള്ളൂ. ആദ്യത്തെ ഒരു 15 മിനിറ്റിൽ ഒരുപാട് അറ്റാക്കിംഗ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 15 മിനിറ്റിൽ BFCയുടെ ഭാഗത്തുനിന്ന് ഒരു ഷോട്ട് പോലും വന്നിട്ടില്ല. 3 ഷോട്ടോ മറ്റോ ആണ് ഇന്റർകാഷി ആ ആദ്യ 15 മിനിറ്റുകളിൽ ഉതിർത്തത്. അതിൽ വലിയൊരു ചാൻസ് എഡ്മണ്ട് പ്രശാന്തിന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നല്ല റണ്ണൊക്കെ നടത്തി, പക്ഷേ പോസ്റ്റിൽ ഇടിച്ചു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ബംഗളൂരു എഫ് സി ഒരു കളിയിലേക്ക് കുറച്ച് അറ്റാക്കിംഗ് മൂവ്സൊക്കെ വരുന്നത്. അതിന് ഒരു സാഹചര്യം ഉണ്ടായത് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ശുഭം ഒരു മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു സാഹചര്യത്തിൽ വന്നു. അപ്പോൾ അത് അതായത് ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനാണ്, എന്നിട്ട് കൂടി ബംഗളൂരു എഫ് സിക്ക് 2 അവസരങ്ങളാണ് അത് ഗോളാക്കാൻ കിട്ടിയത്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാണ്. യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്നതിന് അപ്പുറത്തേക്ക് ഇന്റർകാഷിയുടെ ഡിഫൻഡേഴ്സ് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് BFCയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞ പോലെ ഒരു അറ്റാക്സും കാര്യങ്ങളൊക്കെയാണ് ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യ മിനിറ്റുകളിൽ ഉണ്ടായിരുന്ന ഒരു ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു അറ്റാക്ക് ഇന്റർകാഷിയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീട് കണ്ട നല്ലൊരു മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്മണ്ടിന്റെ ഒരു നല്ല റൺ ഉണ്ടായിരുന്നു. ബൂട്ടിയെ ബീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള മരിയോയ്ക്ക് കൊടുത്തിട്ടുള്ള പാസ്, പക്ഷേ അത് അത്ര പവർഫുൾ അല്ലായിരുന്നു. അതുപോലെ സന റൈറ്റ് പ്ലേസിലുണ്ടായിരുന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്തു. അതാണ് പിന്നെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത്. പിന്നെ രണ്ടാം പകുതി തുടങ്ങിയ ശേഷം 2 ടീമുകൾ, ഇപ്പോൾ ആദ്യം BFCയുടെ ഒരു നല്ല അറ്റാക്ക് കണ്ടു, അതിനുശേഷം തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഇന്റർകാഷിയുടെ അറ്റാക്ക്, അത് ഗുർപ്രീതിൻ്റെ നല്ലൊരു സേവ് ആയിരുന്നു. പിന്നീട് ആണ് BFC അവരുടെ ആദ്യത്തെ ഗോൾ വരുന്നത്. അത് നൊഗ്വേറോ കൊടുത്തിട്ടുള്ള ഒരു ഉഗ്രൻ ബോളാണ്. അവിടെ ശുഭം എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ്ലി തെറ്റിപ്പോയി. അത് അദ്ദേഹം ജസ്റ്റ് പഞ്ച് ചെയ്യാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നതാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളിൽ തട്ടിയില്ല. ഇത്തവണ എന്താണെങ്കിലും ഗോൾ കീപ്പറുടെ ഇൻഎക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് കൃത്യമായിട്ട് BFC മുതലാക്കി. റയാൻ വില്യംസിൻ്റെ കാലുകളിലാണ് ആ പന്ത് കിട്ടി, അദ്ദേഹം ഗോളാക്കി മാറ്റി. അങ്ങനെയാണ് ഒരു 1-0 എന്ന് പറയുന്നൊരു ലെവലിലെത്തിയത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഒരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്റർകാഷി. കാരണം ഇന്റർകാഷി പറഞ്ഞാൽ ആദ്യത്തെ മൊമെൻറ്റിലുണ്ടായിരുന്ന പോലത്തെ ഒരു അറ്റാക്കിംഗ് അഗ്രഷനൊന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡേഞ്ചറസ് മൂവ്, അല്ലെങ്കിൽ അങ്ങനെ വലിയ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊന്നും വരുന്നത് കാണാൻ സാധിച്ചില്ല. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ജയത്രി സുരേഷിനെ പോലെയുള്ള താരങ്ങൾ, ഡയാസിനെ പോലെയൊക്കെയുള്ള താരങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അറ്റാക്കും കാര്യങ്ങളുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 85-ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇന്റർകാഷിയുടെ ഭാഗത്ത് നിന്ന് ചില അറ്റാക്കിംഗ് മൂവ്മെൻറ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചത്. പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ വിദ്യാസാഗറിനെയും അരിത്രദാസിനെയും അതുപോലെ ബാബോവിച്ചിനെയും കൊണ്ടുവന്നു. അങ്ങനെയാണ് അരിത്ര ലെഫ്റ്റിലൂടെ കൊടുത്ത നല്ലൊരു പാസ്, ബാബോവിച്ചിൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു ടച്ച്, ഒരു മാജിക്കൽ ടച്ച് എന്ന് പറയാം, അതാണ് ഗോളിലേക്ക് മാറ്റിയത്. 87-ാമത്തെ മിനിറ്റിലാണെന്ന് ആലോചിക്കണം. കളി തീരാൻ 3 മിനിറ്റൊക്കെ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് 1-1 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുന്നത്. പിന്നീട് 1-2 ഷോട്ടും കാര്യങ്ങളൊക്കെ ഇന്റർകാഷി ഉതിർത്തു, പക്ഷേ അതൊന്നും പ്രോപ്പർ കണക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. വിദ്യാസാഗർ അടിച്ചിട്ടുള്ളൊരു ഷോട്ടും അവരുടെ മറ്റ് ഒരു താരം പേര് ചെയ്യാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെയാണ് പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് പോകുന്നത്. ഷൂട്ടൗട്ടിൽ 5-3 എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്റർകാഷി എല്ലാ പെനാൽറ്റിയും കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ ആൽബർട്ടോ നൊഗ്വേറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മത്സരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൂഷ്യൽ പാസ് കൊടുത്ത് ആ ഗോളിലേക്ക് എത്തിച്ച താരമാണ്. അദ്ദേഹം തന്നെ ഒരു BFCയുടെ വില്ലനായിട്ട് മാറുന്നു. അദ്ദേഹം അടിച്ചിട്ടുള്ള പെനാൽറ്റി ശുഭം സേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് ഷൂട്ടൗട്ടിലോട്ട് പോകുമ്പോൾ BFC ജയിക്കും എന്നുള്ളതാണ്. കാരണം ശുഭം അത്ര ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ അല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പെനാൽറ്റിയിലുണ്ടായിരുന്ന ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഗുർപ്രീത് എക്സ്പീരിയൻസ്ഡ് ആണ്, അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ ഒരു പെനാൽറ്റി സേവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ള സാഹചര്യമൊക്കെയാണ്. ഇതിൽ ബിജോയി അടിച്ചിട്ടുള്ള പെനാൽറ്റി ഒരു കിടിലൻ പെനാൽറ്റി തന്നെയായിരുന്നു. സോ അങ്ങനെ ഇന്റർകാഷി പറഞ്ഞതുപോലെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ബംഗളൂരു എഫ് സി ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റു പുറത്താകുന്നു എന്നുള്ളതാണ്. ഈ ഒരു മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.